ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ ആർട്ട്. എൻ്റെ പേര് സ്മയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു സ്കൂൾ ഡേ ആയാലോ. അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, സത്യം പറയാൻ വീഡിയോ എടുക്കാനോ ഒന്നിനും സമയം കിട്ടുന്നില്ല, ഷോർട്ട് വീഡിയോയും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് വെനസ്ഡേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ സ്പെഷ്യൽ യൂണിഫോം ആണ്. അപ്പോൾ സ്പെഷ്യൽ യൂണിഫോം ഉള്ള ദിവസമാണ് ഞാൻ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മുടി നനച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വേണ്ടി നല്ലോണം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി പോണിറ്റയിൽ എനിക്ക് കെട്ടാൻ പറ്റില്ല, എന്താ പറയുക, തീരെ ശരിയാവില്ല കെട്ടി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്കൂളിൽ വെച്ചാൽ ഇങ്ങനെ ഓരോ ഹൗസുകളുണ്ട്, ലൈക്ക് വില്വമംഗലം, അതുപോലെ മേൽപ്പത്തൂർ, പൂന്താനം, അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് ചെറുശ്ശേരി. സോ 4 ഗ്രൂപ്പിനും 4 കളേഴ്സാണ്. അപ്പം ഞാൻ വന്നിട്ട് വില്വമംഗലാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഗ്രൂപ്പിൻ്റെ കളർ വന്നിട്ട് യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ വില്വമംഗലം ഹൗസുള്ളവർ സ്കൂളിലുണ്ടെങ്കിൽ അവരെല്ലാവരും യെല്ലോ ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെയാണ് കേട്ടുള്ളത്. പണ്ട് ഞാൻ കുറച്ച് ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ വെനസ്ഡേ വന്നിട്ട് വൈറ്റ് യൂണിഫോം ആയിരുന്നു, ഫുൾ വൈറ്റ്, ഷൂവും ഫുൾ ഉടുപ്പും അങ്ങനെ ഫുള്ളായിട്ട് വൈറ്റ് ആയിരുന്നു. ഞങ്ങൾ കോട്ടാക്കിയതിന് ഞാൻ 4th എന്തോ പഠിക്കുമ്പോഴായിരുന്നു. പിന്നെ 5th ആയപ്പോൾ ഞങ്ങൾക്ക് കോട്ടാണ് ഉണ്ടാവുക. അത് മുതൽ പിന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. 4th ആണോന്ന് എനിക്ക് ഓർമ്മയില്ല, മുമ്പ് അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഞാൻ പോണിറ്റയിൽ കെട്ടിയിട്ടുണ്ട്, പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രസ്സാണെങ്കിലും ഞാൻ പൊട്ടിടാതിരിക്കില്ല ഗൈസ്, എനിക്ക് പൊട്ടിടാണ്ട് തീരെ പറ്റില്ല, എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ എപ്പോഴോ വരുന്നുണ്ട്. ഇന്ന് എന്തായിരുന്നു, ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ റെഡി ആയി വരുമ്പോഴേക്കും. അതുകൊണ്ട് അമ്മയാണ് വാരി തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലവൊക്കെ കാണിച്ച കേസ്, അമ്മയുടെ സ്നേഹം. അത് കഴിഞ്ഞ് നീലുവിന് പോണിറ്റയിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അവൾ ആദ്യം നടുവെടുത്ത് പിരിച്ചെന്തൊക്കെയോ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പോണിറ്റയിൽ കെട്ടി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അത് കെട്ടിക്കൊടുക്കുമായിരുന്നു. കുറേ നേരം ഡബ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഗൈസ്, നല്ല തലവേദന ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറേ ഭാഗത്ത് ഇങ്ങനെ മ്യൂസിക് കൊടുത്തത്. അത് കഴിഞ്ഞ് ഉണ്ണികൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പഠിക്കാനുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ല, ട്രൈപോഡിൽ വെച്ച് ഓൺ ആക്കാൻ മറന്നു. ഇപ്പോൾ ഉണ്ണിയുടെ അടുത്ത് അമ്മ രാവിലെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് പേപ്പർ എന്തോ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടാണ് സ്കൂളിലേക്ക് വിടാറുള്ളത് യൂഷ്വലി. അതിപ്പോൾ ടെസ്റ്റ് പേപ്പറുള്ള ദിവസമൊന്നുമില്ല, മിക്ക ദിവസങ്ങളും അങ്ങനെ തന്നെ ഇന്നേക്ക് പഠിക്കാനുള്ളതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് പോവാറ്. അത് കഴിഞ്ഞിട്ട് നെർസിൻ്റെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നീലും തല നനച്ചില്ല. ഞങ്ങളുടെ മുടി തല നനച്ചില്ലെങ്കിലും എൻ്റെ കുഴപ്പമില്ലാണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. നീലുവിന് അതിനേക്കാട്ടി സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ, തല നനച്ചില്ലെങ്കിലും. പക്ഷെ നെർസിൻ്റെ അങ്ങനെയല്ല. നഴ്സിൻ്റെ തല നനയ്ക്കാണ്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളെ മുടി ഒന്ന് ഒതുക്കി കെട്ടുക എന്നുള്ളത്. കുറച്ചിങ്ങനെ ബ്ലാന്ന് നിൽക്കുന്ന ടൈപ്പ് മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കും തല നനയ്ക്കുന്നതാണ് ഇഷ്ടം. എനിക്കും നീലുണ്ട് സത്യത്തിൽ നല്ല മടിയുണ്ട് കേട്ടോ തല നനച്ച് സ്കൂളിൽ പോകാനായിട്ട്. സ്കൂളിലേക്ക് തല നനച്ച് പോകാറുണ്ടെങ്കിൽ അത് ഞാനും നീലും മാത്രമാണ് കേട്ടോ. നഴ്സ് അങ്ങനെ തീരെ ചെയ്യാറില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തല നനയ്ക്കാൻ. അത് മാത്രമല്ല അവൾക്ക് അറിയാം അവളുടെ മുടി മാനേജബിൾ അല്ലാന്ന്. അതുകൊണ്ട് പോണിറ്റയിലൊക്കെ കെട്ടുമ്പോൾ തല നനഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നത്, മുടിയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഗൈസ് ഋതു വന്നത്. ഋതു മേൽപ്പത്തൂരാണ്. മേൽപ്പത്തൂർ എന്ന് വെച്ചാൽ ഋതു നീലും മേൽപ്പത്തൂരാണ്. സോ അവരുടെ യൂണിഫോമിൻ്റെ കളർ റെഡാണ് ഉണ്ടാവുക. ഞാനും നഴ്സും വില്ലുമംഗലാണ്, അതുകൊണ്ട് ഞങ്ങൾ മഞ്ഞകൾ. ഓക്കെ, ഇനി വേറെ 2 കളർ വെച്ചാൽ ഗ്രീനും ഉണ്ട് ബ്ലൂവും ഉണ്ട് കേട്ടോ. അത് ഇവിടുന്ന് ആരുമില്ലേ. അപ്പോൾ ഉണ്ണികളുടെ വണ്ടിയൊക്കെ വരാറായിട്ടുണ്ട്. അവർ ഓട്ടോയിലാണ് പോവാറ്. ഞാനും എന്നെ അച്ഛൻ കൊണ്ടാക്കി തരികയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് എന്താ ഓട്ടോയിൽ പോകാത്തതെന്ന് വെച്ചാൽ എനിക്ക് തിരിച്ച് വരുമ്പോൾ പറ്റില്ല. അതായത് തിരിച്ച് വരുമ്പോൾ എനിക്ക് സ്പെഷ്യലൊക്കെ ഉള്ളതുകൊണ്ട് വരാനും പറ്റില്ല. പിന്നെ രാവിലെ ആണെങ്കിൽ പോകാനാണെങ്കിൽ തീരെ സ്ഥലം ഉണ്ടാവില്ല. ഉണ്ണികളും കൂടെ കയറി അത് കറക്റ്റ് ഫില്ലാവും. പിന്നെ എനിക്ക് എവിടെ ഇരിക്കാൻ തീരെ പറ്റില്ല, ഭയങ്കര ഡേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോകാത്തത്. അത് കഴിഞ്ഞ് എൻ്റെ ടൈം ആവുന്നേ ഉള്ളൂ. ഞാൻ ഇവർ പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വീട്ടിനുള്ളൊക്കെ ചുറ്റി നടന്നിട്ടൊക്കെ പോകുള്ളൂ. കാരണം എൻ്റെ ഉച്ചത്തേക്കുള്ള ഫുഡും കൂടെ ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകും, അതും കൂടെ റെഡി ആവണം. ചോറൊക്കെ അല്ലേ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയോ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ അതും കൂടെ ഉണ്ടാക്കി വരാൻ ഒരു 10 മിനിറ്റും കൂടെ കഴിയും. എന്തായാലും അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷെ ഒക്കെ കൂടെ പാക്ക് ചെയ്ത് കിട്ടണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു.
പിന്നെ മഞ്ഞ യൂണിഫോമിലേക്കും മഞ്ഞ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഞാൻ പോവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു സൂര്യനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് അമ്മ അത് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതായിരുന്നു ഒരു ക്ലിപ്പ്. ഞാൻ സൺ കിസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്കല്ല സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. വന്ന് മേലൊക്കെ കഴുകി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അമ്മ വീഡിയോ എടുത്തതായിരുന്നു. ഞാൻ എന്തോ ഫോൺ കാണാമായിരുന്നു. നീലും ഇതേ അപ്പുറത്ത് എന്തോ ഫോൺ കാണുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും ഫോൺ കാണാറില്ല ഈ ഡേറ്റ്, എന്താ പറയുക, ഞങ്ങൾ നന്നായി. പിന്നെ നഴ്സ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 7 മണിയാകുന്നു. 6:45 കഴിഞ്ഞു. ചായ ആവണം. ചായ ചായ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയതാ വരും, അങ്ങനെ എന്തോ സാധനമുണ്ട്. ഓക്കെ, എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, കുനിഞ്ഞ് നിൽക്കാം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു സംഭവം. കുറച്ച് വീഡിയോ, അതായത് വൈബേൻ്റെ ഒരു ഫൗണ്ടേഷൻ, നല്ല രസമാട്ടോ ഫൗണ്ടേഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവരെന്നെ ബ്രഷും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് അടിപൊളിയായിട്ടാണെന്നറിയോ ഫൗണ്ടേഷൻ സ്കിന്നിലോട്ട് അബ്സോർബ് ആവില്ല, ലൈക്ക് മെൽറ്റായി പോവും സ്കിന്നായിട്ട്. ലൈറ്റ് ഇത്തിരി കുറവുണ്ട്, ക്ഷമിക്കണം. പിന്നെ ഞാനിന്ന് മീഷോന്ന് ചെരുപ്പ് കുറേ ആയോ ദിവസം മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇത് ഞാൻ രണ്ടാമത് വീണ്ടും റീപർച്ചേസ് ചെയ്തതാണ് ഗൈസ്. പക്ഷെ കൊഞ്ചം ടൈറ്റ് ഉണ്ട് എനിക്ക്, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് അന്ന് വാങ്ങിയതാണെങ്കിലും കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇട്ടിട്ടാണ് കുറച്ച് ലൂസായത്. ഇതേ സെയിം തന്നെ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ എന്താ ഒരു സ്ക്വയർ പോലെയായിരുന്നു, ഇതിവിടെ റൗണ്ടാണ് മാത്രമുള്ള വ്യത്യാസം. സൈസ് 11 ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താ, പിന്നെ ഞാനൊരു വേറൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്. ഇത് സത്യത്തിൽ പീരിയഡ് പാൻറ്റീസ് ആണ്. കേൾക്കുമ്പോൾ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ പേരുടെ വീഡിയോസിൽ കണ്ടിട്ട് വാങ്ങിയ സാധനമാണ് കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആകും, കാരണം ഇത് റീയൂസബിൾ പാൻറ്റീസ് ആണ്. അതായത് പീരിയഡ്സ് ടൈമിൽ നമ്മൾ യൂഷ്വലി പാഡും കാര്യങ്ങളൊക്കെ വയ്ക്കില്ലേ, സോ അതിന് പകരം ഞാൻ പീരിയഡ് പാൻറ്റീസിന് കുറേ മറ്റേ ഡൈപ്പർ പോലത്തെ സാധനത്തിനെ കുറേ കാണിച്ചിട്ടുണ്ട്. അതിനേക്കാൾ സൂപ്പറാണെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. ഇത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ. കാണുമ്പോൾ ഒരു നോർമൽ പാൻറ്റീസ് ഒക്കെ പോലെ തോന്നും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു തരം മെറ്റീരിയൽ വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ പീരിയഡ്സ് അബ്സോർബ് ആവും, എന്നിട്ട് നമുക്കത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നത്, റീയൂസബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സെൻസി കെയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഏതായാലും ഇതും യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ആവാം, ലോങ് ആവാം, ഏതെങ്കിലും ആയിരിക്കും കേട്ടോ, കുഴപ്പമില്ല ഏതാണ്. അതുപോലെ തന്നെ വേറൊരു വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേജിൽ അടുത്ത ഔട്ട്ഫിറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു കുർത്തയാണ്. അതെനിക്ക് ഇട്ടിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫ്രീ ആവുന്നില്ല, പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കുർത്തി വന്നിട്ട്. എത്ര ഉണ്ടാവും, എത്ര ഉണ്ട്, ലെങ്ത് ഉണ്ട് കുർത്ത. ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതായിരുന്നു. ഈ ഒരു എന്താ പറയുക ബ്ലാക്ക് റയോൺ മെറ്റീരിയൽ വരുന്ന കുർത്ത. സോ ഇത് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആവാനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് പാക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോഴാണ് ഓർഡർ ഫുൾ കൺഫേം ആയത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് പാക്ക് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പാണ് വരുന്നത്. ഇതിൻ്റെ കഴുത്ത് വന്നിട്ട് സ്ക്വയർ നെക്കാണ് വരുന്നത് കേട്ടോ, ചതുരമാണ് വരുന്നത്. കൈയിൻ്റെ സ്ലീവ്സ് ആണ് ക്യൂട്ടായിട്ട് വരുന്നത്. ഇതുപോലത്തെ ഫ്രിൽസ് ആണ് വരുന്നത്, കണ്ടോ, കുറച്ച് നീളമുള്ള ഫ്രിൽസ് ആണ്. മേ ബി ഞാനിത് കട്ട് ചെയ്ത് ഷോർട്ടാക്കാം, ഞാനല്ല കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് പോയിട്ട് ഞാനത് ചിലപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇട്ട് നോക്കിയപ്പോൾ ലെങ്ത്ത് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നിയായിരുന്നു. മേ ബി കുറച്ചൊരു കൈയൊക്കെ കുറച്ചൊരു വണ്ണുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, ലെങ്ത്ത് കൂടിയാലും കുറഞ്ഞാലും ആ ഫ്രിൽസിൻ്റെ. അപ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ, വന്നിട്ട് കോട്ടൺ ആണ്. ഇതിൻ്റെ സെയിം എക്സാക്ട് മെറ്റീരിയൽ തന്നെ ഗ്രീൻ കളർ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇതിൻ്റെ പ്രൈസ് 599 ആണ്. ഓക്കെ, ഇതാണ് 599 കുർത്ത വിത്ത് സ്ലിറ്റ് ഉണ്ട്. ലൈനിങ് ഇതിൻ്റെ ശരിക്കും മെറ്റീരിയൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ കുഴപ്പമില്ല, പക്ഷെ അതിന് പ്രൈസ് എന്തായാലും കൂടും കേട്ടോ. കാരണം ലൈനിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വലിയ സ്ഥലത്ത് പോയാലും എത്ര ചെറിയ ടൈലർ ഷോപ്പിൽ പോയാലും പ്രൈസ് ഈക്വലാണ്, അത് കൂടും ലൈനിങ് വയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ്സ് വന്നിട്ട്. അപ്പോൾ ഇത്രയും നമുക്ക് എന്തായാലും കൊറിയർ പാക്ക് ചെയ്യാം. ഞാൻ ഇപ്പോഴും സിബ്ലോക്കിൽ തന്നെയാണ് പാക്ക് ചെയ്യാറ്. എനിക്ക് അതാണ് കേട്ടോ സത്യത്തിൽ ഇഷ്ടപ്പെട്ടത്. അതാകുമ്പോൾ കിട്ടിയ കസ്റ്റമേഴ്സിനാണെങ്കിലും ഉപയോഗമാണ്. ലിറ്ററലി ഒരു
സിബ് ലോക്ക് വന്നിട്ട് സേഫ് വേണം. ഓക്കെ, നമുക്ക് ഈ കുർത്ത പാക്ക് ചെയ്യാം. ഇന്ന് ഞാൻ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നല്ല കേട്ടോ, ഇന്നലെ കൊടുത്തു, ഇന്ന് കിട്ടി. ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു എന്താ പറയുക, പോസ്റ്റലിൻ്റെ ഇടയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസ്പാച്ച് വിത്തിൻ 1 വീക്ക്. 1 വീക്ക് ഒന്നും ശരിക്കും വേണ്ട, ഇനി അങ്ങനെ വല്ല സാഹചര്യത്തിൽ സ്റ്റിച്ചിങ് കുറച്ച് നീണ്ടു പോയാലോ വിചാരിച്ചിട്ടാണ് 1 വീക്ക് ഇട്ടത്. ലിറ്ററലി ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് സ്റ്റിച്ചിങ്ങും ഡിസ്പാച്ചും ഒക്കെ ഉണ്ടാവും, അവൈലബിളാണ്, ഫാസ്റ്റാണ് എല്ലാതും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് പാക്ക് ചെയ്യാം. അപ്പം നമുക്ക് കുർത്ത നല്ല വൃത്തിക്ക് മടക്കാം. ഞാനാണ് കുർത്ത ഇങ്ങനെ ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ മടക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഓർഡർ മടക്കാനും പാക്ക് ചെയ്യാനൊക്കെ. സോ മടക്കുമ്പോൾ ദേ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിലാണ് മടക്കുക. എന്നിട്ട് സ്പ്രേ ഒന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കും കേട്ടോ. കാരണം ഈ മെറ്റീരിയൽ വാങ്ങുമ്പോൾ തന്നെ ഒരു സ്മെല്ലുണ്ടായിരുന്നു, എന്തോ ഒരു ജാതി മണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് സ്പ്രേയും കൂടെ അടിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുക. എന്നിട്ട് സിബ്ലോക്ക് ബാഗിലാണ് ആക്കി കൊടുക്കാറ്. ഞങ്ങൾ ഇപ്പോഴും സിബ്ലോക്ക് തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിയിട്ടില്ല. ഒന്നാമത് പ്ലാസ്റ്റിക് നമുക്ക് ആ കസ്റ്റമേഴ്സിന് കിട്ടിയാലും വലിയ ഉപകാരമൊന്നുമില്ല. ഇതാവുമ്പോൾ അവർക്ക് ഈ പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷമാണെങ്കിലും ഈ സിബ്ലോക്ക് ബാഗിൻ്റെ യൂസുകളുണ്ട്, കുറേ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഞാൻ താങ്ക് യു കാർഡ് വെക്കാറുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ അത് തീർന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചിട്ടില്ല. അപ്പം നമ്മൾ സിബൊക്കെ പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തയ്യാറും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വിട്ടതിന് ശേഷമാണ് കേട്ടോ ഇതാക്കുക. എന്നിട്ട് നമുക്കിനി കൊറിയർ ബാഗിലോട്ട് ആക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് അഡ്രസ്സ് എഴുതിയിട്ട് അത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കൊറിയർ ബാഗിലാക്കിയിട്ട് ഒന്ന് അമർത്തി എയറൊക്കെ ഒന്ന് പുറത്തേക്ക് കളയും കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ വീർത്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കളഞ്ഞ് ഞാൻ സിബ്ലോക്ക് അല്ല, കൊറിയർ ബാഗ് അടച്ച് ഫുള്ള് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പരിപാടിയും കഴിഞ്ഞു. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. സോ അത് നമുക്ക് കഴിഞ്ഞു. കുട്ടി കുട്ടി എന്താ ചെയ്യുന്നേ? അഡ്രസ്സ് ചെയ്തല്ലേ? ആദ്യമായിട്ട് അച്ഛനാണ് ചെയ്യാറ്. ഇപ്പോൾ അയക്കാനുള്ളതൊക്കെ ഫ്രീ ആകുമ്പോൾ ഇഷ്ടമാണല്ലോ അതൊക്കെ ചെയ്യാൻ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല, കാരണം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. പക്ഷെ പിന്നെ കുറെ പഠിക്കാല്ലേ. വെറുതെ ഇരിക്കാൻ കാണാൻ പാടില്ല അല്ലേ? പഠിക്കാനൊന്നുമില്ലേ? അത് പാക്ക് ചെയ്താ ഡ്രസ്സ് മടക്കി വെച്ചാ? ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സ്പ്രേ ഉണ്ട്, നമുക്ക് കൊറിയർ അയക്കുന്നവർക്ക് മാത്രമുള്ള സ്പ്രേ ആണത്. അത് നമ്മളത് അടിച്ചിട്ടാണ് കൊടുക്കാറ്. കഴിഞ്ഞാ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എഴുതിയത്. കാരണം ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തൃപ്തിയായില്ല. അച്ഛൻ മറ്റേ അച്ചടിച്ച പോലെ എഴുതും. കാരണം അച്ഛൻ എപ്പോഴും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. എന്ത് എഴുതുമ്പോഴും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. അപ്പൊ അതുകൊണ്ട് അത് കണ്ടിട്ട് എന്റെ കുഞ്ഞി ഹാൻഡ് റൈറ്റിംഗ്, എന്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെ. അപ്പൊ അതുകൊണ്ട് കാണുമ്പോൾ എന്താ പറയുക, അമ്മയാണെങ്കിൽ എന്നെക്കാട്ടിലൊക്കെ പോർണ്ണ ഹാൻഡ് റൈറ്റിംഗ്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഇത് പോയിട്ട് ആ കൊറിയർ ബാഗിൽ ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. കാണാം. അപ്പോൾ ഗൈസ് ഞാൻ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെയും കൂടെ അഡ്രസ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഫ്രണ്ട് ഭാഗം കാണിക്കാത്തത്. പിന്നെ ജസ്റ്റ് പൊട്ടിയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ എന്തിനാണ് കാണിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ സാധനം വെച്ചിട്ടുള്ളത്. എന്തായാലും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സ്പ്രേ ആണ് ഗൈസ് ഇത് ആക്ച്വലി എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ കസ്റ്റമേഴ്സിന് ഞാൻ ഇതടിച്ച് ഫുള്ള് കവർ ചെയ്തിട്ടാണ് കൊടുക്കാറ്. അയ്യാ പിന്നെ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. കുറേ പേര് ചോദിച്ചു സൈസ് എന്താ ഇൻസ്റ്റഗ്രാമിൽ വാങ്ങണമെന്നുണ്ട്, ഇൻസ്റ്റഗ്രാമില്ലാണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ. വാട്സപ്പ് നമ്പർ എടുക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒക്കെ കൂടെ ആയിട്ട് ചിലപ്പോൾ പണിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഫുള്ള് അമ്മയും അച്ഛനും കൂടെ, അച്ഛനാണെങ്കിൽ വർക്ക് ഉണ്ടാവും, പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഹൗസ് പെണ്ണുകളുണ്ടാവും. അപ്പോൾ എന്നാലും നമ്മൾ മെയിനായിട്ട് ബിസിനസ് വേണ്ടിയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാനാണ് സ്കൂളൊക്കെ വിട്ട് വന്ന് ഓടി വന്നിട്ട് ഞാൻ നമ്മുടെ അക്കൗണ്ട് എടുത്ത് നോക്കും, എൻക്വയറീസ് എന്തൊക്കെ വന്നിട്ടുണ്ട്, ഓർഡേഴ്സ് എന്തൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്ന് നോക്കും. അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ വന്നിട്ട്. പിന്നെന്താ, അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇത് പോയിട്ട് നാളെ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്യാം. നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യും. അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. ഇനിയിപ്പോൾ ഉറങ്ങുന്നേക്കാളും മുമ്പ് ഞാൻ ഉറങ്ങാറായിട്ടില്ല, മുഖത്തിട്ടൊക്കെ മാറ്റണം, വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയതായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ പേരല്ലേ. സോ ടാ.